അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ട് നല്ലൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. നല്ല എരിവും പുളിയൊക്കെ പിടിച്ചിട്ട് പുറമേ നല്ല മൊരിഞ്ഞ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ 1 കിലോ ചിക്കനാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തുള്ളത്. ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ടോ എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം. വലുതാക്കിയിട്ട് കട്ട് ചെയ്താലും ഉള്ളു വേവില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നല്ല എരിവുള്ള മുളക് പൊടി. പിന്നെ നല്ല കളർ കിട്ടണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 ടേബിൾ സ്പൂൺ വിനെഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ ഈ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. മസാല പുരട്ടിയിട്ട് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ ചിക്കൻ മസാല പുരട്ടിയിട്ടുള്ളത് വേവിക്കാനുള്ള പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ആകെ ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ വേവിക്കേണ്ട ആവശ്യമുള്ളൂ, ചിക്കൻ ഒരു പകുതി വേവാകുന്നത് വരെ. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് തന്നെ വേവിക്കുക കേട്ടോ, കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ അധികം വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളിത് വറ്റിച്ചെടുക്കുമ്പോഴേക്ക് ചിക്കൻ വേറിപ്പോവും. ഇതിലിപ്പോൾ അധികം വെള്ളമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതിൽ ചിക്കനിൽ നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം പോലെ നിൽക്കും, പിന്നെ അത് ചൂടാറുമ്പോൾ അങ്ങ് വറ്റിക്കോളും. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ചിക്കനൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ പൊടിക്കാനെടുക്കുന്ന ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം പൊടിഞ്ഞൊന്നും പോകണ്ട കേട്ടോ, ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി, പൊടിയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 8 വലിയ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുള്ള ഏകദേശം ആ ഒരളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതും അധികം അരിഞ്ഞു പോവാതെ എല്ലാം കൂടി ഒന്ന് ചതച്ച് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ വേവിച്ച് ചൂടാറാനായിട്ട് വെച്ചുള്ള ചിക്കനിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ചൂടാറി അതിൽ കൂടുതലുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി പോകണ്ട കേട്ടോ, കുറച്ചൊരു നനവ് വേണം. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചിക്കനിൽ മസാലയും അരിപ്പൊടിയൊക്കെ ചേർന്നുള്ള നല്ലൊരു കോട്ടിങ് വരണം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അതല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കന് ഓയിലിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു സൈഡിൽ നിന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മസാലയൊക്കെ ചിക്കനിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ 2 സൈഡ് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വെക്കാം, ഓയിലിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ആദ്യം പകുതി വേവിച്ചെടുത്തുകൊണ്ട് മസാല ഒന്നും കരിഞ്ഞു പോവാതെ പെട്ടെന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മസാലയൊക്കെ പിടിച്ച നല്ലൊരു ചിക്കൻ ഫ്രൈ ആട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.